नहीं बताइए क्या कर लेंगे? अरे हम तो फकीर आदमी है, झोला लेके चल पड़ेंगे जी. കേട്ടല്ലോ മോദി പറഞ്ഞത്, ഞാൻ വെറും ഒരു ഭിക്ഷുവാണ്, എന്റെ പാണ്ടക്കെട്ടുമെടുത്ത് ഞാൻ നടന്നു പോകുമെന്ന്. ഏതായാലും മോദി പറഞ്ഞത് അതേപോലെ തന്നെ സംഭവിക്കുന്ന അവസ്ഥയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഹരിയാനയിലെയും ജമ്മു കാശ്മീരിലെയും അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ ഗോദി മീഡിയ എക്സിറ്റ് പോളുകൾ അതാണ് വ്യക്തമാക്കുന്നത്. മറ്റൊരു സുപ്രധാനമായ കാര്യം, ഇതുവരെ മോദിക്ക് വേണ്ടി പെയ്ഡ് സർവേകളും എക്സിറ്റ് പോളുകളും മാത്രം നടത്തിയിരുന്ന ഗോദി മീഡിയകൾ പോലും കുറച്ചൊക്കെ പക്ഷം പിടിച്ചാണെങ്കിലും യാഥാർത്ഥ്യം തുറന്നു കാണിക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ്. ഹരിയാനയിലെയും ജമ്മു കാശ്മീരിലെയും വിവിധ എക്സിറ്റ് പോളുകൾ അനലൈസ് ചെയ്യുന്നതിനോടൊപ്പം ഗോദി മീഡിയകളുടെ നിസ്സഹായാവസ്ഥയെക്കുറിച്ച് നമുക്ക് വിശദമായി കാണാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആദ്യം ഹരിയാനയിലെ പ്രധാനപ്പെട്ട 6 എക്സിറ്റ് പോളുകളെ അനലൈസ് ചെയ്യാം. 90 സീറ്റുകളുള്ള ഇവിടെ 46 സീറ്റുകളാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. ഈ എക്സിറ്റ് പോളുകൾ എല്ലാം നോക്കുമ്പോൾ കോൺഗ്രസിന് ഏറ്റവും കുറഞ്ഞത് 44 സീറ്റുകളാണ് പറഞ്ഞിരിക്കുന്നത്. 2 സർവേകൾ പരമാവധി 62 സീറ്റുകൾ വരെ കിട്ടുമെന്നും പറയുന്നു. BJP പൊട്ടിത്തകർന്ന് 18 സീറ്റുകളിലേക്ക് താഴാനുള്ള സാഹചര്യം 2 സർവേകൾ കാണിക്കുന്നു. ഒരേ ഒരു സർവേ മാത്രമാണ് അവർക്ക് 30-ൽ കൂടുതൽ, അതായത് 37 സീറ്റ് വരെ ലഭിക്കാം എന്ന് പറയുന്നത്. എന്നാൽ ആ സർവേയിൽ പോലും കോൺഗ്രസിന് 45-നും 53-നും ഇടയ്ക്ക് സീറ്റ് ലഭിക്കുമെന്നാണ് പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസിനെ വഞ്ചിച്ച് BJPയുമായി കൂട്ടുകൂടി അധികാരം പങ്കുവച്ച JJP പരിപൂർണമായി തകർന്നടിയും എന്നുള്ള വസ്തുതയും ഈ സർവേകൾ കാണിക്കുന്നു. ആ തീരുമാനം അവരുടെ സമൂല നാശത്തിന് ഇടയാക്കി എന്നാണ് യാഥാർത്ഥ്യം. കോൺഗ്രസ് 4-5 സീറ്റുകൾ വരെ ഓഫർ ചെയ്തിട്ടും അതിൽ തൃപ്തിയാകാതെ സ്വന്തം ശക്തി കാണിക്കാൻ ഇറങ്ങിയ ആപ്പിന് 1 സീറ്റുകൾ പോലും നേടാനാകാതെ ഒതുങ്ങേണ്ടി വരുന്ന കാഴ്ചയാണ് കാണുന്നത്. ഈ സർവേയുടെ പോൾ ഓഫ് പോൾസ് നോക്കുമ്പോൾ കോൺഗ്രസിന് 53 സീറ്റുകളും BJPക്ക് 25 സീറ്റുകളും INLDക്ക് 2 സീറ്റുകളും മറ്റുള്ളവർക്ക് 7 സീറ്റുകളുമാണ് കാണിക്കുന്നത്. സർവേകൾ നിഷ്പക്ഷമാണെങ്കിൽ എപ്പോഴും പോൾ ഓഫ് പോൾസ് ആണ് യാഥാർത്ഥ്യത്തോട് ഏറ്റവും അടുത്തു നിൽക്കുന്നത്. എന്നാൽ ഈ സർവേ നടത്തിയ ഏജൻസികളെല്ലാം ഗോദി മീഡിയകളായതിനാൽ ഇതിൽ നിന്ന് ഒരു കാര്യം ഉറപ്പിക്കാം, കോൺഗ്രസിന് ഹരിയാനയിൽ 55-നും 70-നും ഇടയ്ക്ക് സീറ്റുകൾ ലഭിക്കുമെന്ന്. BJP ആകട്ടെ 15-നും 25-നും ഇടയ്ക്ക് ഒതുങ്ങാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇനി ജമ്മു കാശ്മീരിലെ 6 സർവേകൾ അനലൈസ് ചെയ്യാം. ഇവിടെയും 90 സീറ്റുകളാണുള്ളത്. കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 46. ഇന്ത്യ മുന്നണിക്ക് ഏറ്റവും കുറഞ്ഞ സീറ്റുകൾ കാണിക്കുന്നത് 31 സീറ്റ്. എന്നാൽ ഈ സർവേയിലും BJPയേക്കാൾ കൂടുതൽ സീറ്റ് ലഭിക്കുന്നത് ഇന്ത്യ മുന്നണിക്ക് തന്നെയാണ് എന്നാണ് കാണിക്കുന്നത്. ഏറ്റവും കൂടുതൽ പീപ്പിൾസ് പൾസ് 50 സീറ്റുകൾ വരെ എന്ന് കാണിക്കുന്നു. BJPക്ക് ഏറ്റവും കുറഞ്ഞ സീറ്റുകൾ 20 എണ്ണം ദൈനിക് ഭാസ്കറും ന്യൂസ് 24 ചാണക്യയും കാണിക്കുന്നു. അവർക്ക് മാക്സിമം കിട്ടാവുന്നത് 34 സീറ്റുകൾ വരെ മാത്രമാണ്. ഈ 6 സർവേകളുടെയും റേഞ്ചുകൾ നോക്കുമ്പോൾ ഇന്ത്യ മുന്നണിക്ക് 31-നും 50-നും ഇടയ്ക്ക് സീറ്റുകളും BJPക്ക് 20-നും 34-നും ഇടയ്ക്ക് സീറ്റുകളിൽ ലഭിക്കാം എന്ന് കാണിക്കുന്നു. ഇതിൽ 2 സർവേകൾ ഇന്ത്യ മുന്നണിക്ക് കേവല ഭൂരിപക്ഷത്തിൽ അധികമായ സീറ്റുകൾ ലഭിക്കാം എന്ന് പറയുന്നു. അത് പീപ്പിൾസ് പൾസ് 46 മുതൽ 50 വരെ എന്നും ഇന്ത്യ ടുഡേ സി വോട്ടർ 40 മുതൽ 42 വരെ എന്നും. പോൾ ഓഫ് പോൾസ് കണക്കാക്കുമ്പോൾ ഇന്ത്യ മുന്നണിക്ക് 40, BJPക്ക് 26. ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷിയാണെങ്കിലും ഇവിടെ ഒറ്റയ്ക്ക് മത്സരിക്കുന്ന PDPക്ക് 6, മറ്റുള്ളവർക്ക് 11 എന്നിങ്ങനെയാണ്. ഇവിടെയും അവസാന ഫലം വരുമ്പോൾ കോൺഗ്രസ് മുന്നണിക്ക് 50 സീറ്റുകളെങ്കിലും കിട്ടാനുള്ള സാധ്യതയാണുള്ളത്. BJPക്ക് പരമാവധി 25-ൽ കൂടുതൽ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. തൂക്കുസഭ വന്നാൽ പോലും ഒരു സാഹചര്യത്തിലും BJPക്ക് ഗവൺമെന്റ് ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന് 100% ഉറപ്പാണ്. PDPയും മറ്റു കക്ഷികളും BJP വിരുദ്ധരാണ് എന്നുള്ളതാണ് അതിന് കാരണം. അതുകൊണ്ട് മോദി തന്നെ പറഞ്ഞതുപോലെ മോദി ഭിക്ഷു ഒന്നും അല്ലെങ്കിലും കഴിഞ്ഞ 10 വർഷങ്ങളായി ഒഴുക്കിയ കണക്കില്ലാത്ത വിഷത്തിന്റെ മുഷിഞ്ഞ ഫാണ്ടക്കെട്ടുമെടുത്ത് പുറപ്പെട്ടു പോകുന്നതിനെ കുറിച്ച് സീരിയസ് ആയി ആലോചിക്കാവുന്നതാണ്.